ഏതാണ്ട് ലോകത്ത് 200ഓളം രാജ്യങ്ങളാണുള്ളത്. അതിൽ 148 രാജ്യങ്ങൾ കറങ്ങിയ മഹാത്ഭുതമാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അദ്ദേഹത്തെ തന്നെ ഒരു പ്രസ്ഥാനമാണ്. കാരണം അദ്ദേഹം ഒരു പബ്ലിഷറാണ്, അദ്ദേഹം ഒരു ഓൺട്രപ്രണറാണ്, അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ്, ഇപ്പോൾ നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ ഒരു വിദഗ്ധ അംഗവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മലയാളിയെ സഞ്ചരിക്കാൻ പഠിപ്പിച്ച, ഇല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് ലോകം തുറന്നു കിടക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരൊറ്റ ക്യാമറയുമായിട്ട് അശ്വമേധം നടത്താനിറങ്ങി ലോകം കീഴടക്കി അത് നമ്മളെ മനോഹരമാക്കി കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാകും. അദ്ദേഹത്തെ കേൾക്കാനാണ് നിങ്ങളിരിക്കുന്നത്. കാരണം ലോകസഞ്ചാര പാഠങ്ങൾ എന്നാണ് നമ്മുടെ ഈ സെഷൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ ഒരു പാഠം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ സഫാരി ചാനൽ തുടങ്ങിയത് തന്നെ ഇതുപോലെ നടന്ന ഒരു പാഠത്തിൽ നിന്നാണ്. അതായത് ചാനൽ എങ്ങനെ തുടങ്ങണം, എങ്ങനെയൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നൊരു കാലത്ത് അദ്ദേഹം അമേരിക്കയിലൊരു യാത്ര നടത്തിയപ്പോൾ അവിടെ വിമാനത്താവളത്തിൽ ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. ആ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്ക തീർന്നു. അവിടെ വെച്ച് തീരുമാനിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. കള്ളം പറയത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം, ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങളോട് തുറന്ന് സംവദിക്കാനാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു പൊളിച്ചെഴുത്താണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഈ കാണുന്ന മോഡറേഷൻ്റെ ഒരു പൊളിച്ചെഴുത്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്ത പാഠം കേരളത്തിന്, ലോകത്തിന് നമുക്ക് തന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോഡറേഷൻ ഇവിടെ തീരുകയാണ്. ചോദ്യം ഇറ്റ്സ് ഓപ്പൺ ടു യു. വേദി നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം ഇഷ്ടമുള്ള ഉത്തരങ്ങൾ മനസ്സ് നിറച്ച് നിങ്ങൾക്ക് തരും. താങ്ക് യു രാജു മാത്യു. കോഴിക്കോട്ടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ കോഴിക്കോട്ട് വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജമാണ്, ഒരു ഗംഭീര അനുഭവമാണത്. ഞാൻ ഈ അനുഭവത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നതും. ലോകസഞ്ചാര പാഠങ്ങൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് ലോകസഞ്ചാരം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് എന്നും വേണമെങ്കിൽ അതിനെ പറയാം. എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതെല്ലാം ലോക സഞ്ചാരത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. ലോകയാത്ര 1997 നേപ്പാളിലേക്ക് ഒരു ക്യാമറയുമായിട്ട് യാത്ര ആരംഭിക്കുമ്പോൾ, അതായത് ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഒരു 24 വയസ്സുകാരന് അത്ഭുതങ്ങളുടെ ലോകമായിരുന്നു നേപ്പാൾ. കാരണം കേരള ടൂറിസം വലിയ തോതിൽ വളരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാലത്ത് നേപ്പാളിൽ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ ചില തെരുവുകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ നാട്ടുകാരെ ആ തെരുവിലെങ്ങും കാണുന്നില്ല, കാണുന്നത് മുഴുവൻ വിദേശികൾ. അപ്പോൾ ടൂറിസം ഇങ്ങനെയും ആകാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് നേപ്പാളിൽ വെച്ചാണ് ആദ്യം. പിന്നെ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ബുദ്ധിസവും ഹിന്ദുയിസവും ചേർന്ന് രണ്ടു കൂട്ടരും, ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളും ഒരേ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് ഇന്ത്യയിൽ അത് പലപ്പോഴും കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ മുതൽ വികസനത്തിൻ്റെ വരെയുള്ള എല്ലാ കാഴ്ചകളും ലോകം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ലോകം നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ മലയാളി യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്താൽ ഒന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ലോകം എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറായി യാത്ര ചെയ്യണം. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് സഞ്ചാരം പ്രേക്ഷകരെ, സഫാരി പ്രേക്ഷകരെ കൂടെ കൂട്ടിക്കൊണ്ട് ചില യാത്രകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് നേപ്പാളും ഭൂട്ടാനും ബാലിയും ഒക്കെ കഴിഞ്ഞു. അടുത്ത ആഴ്ച റഷ്യയിലേക്ക്, പഴയ സോവിയറ്റ് നാടുകളിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. അതിനുശേഷം 5 ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ. ഇതെല്ലാം ഇപ്പോൾ തന്നെ ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഈ യാത്രകൾ നടത്തുമ്പോൾ അതിനോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ഞാനും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, യാത്ര പുറപ്പെടുമ്പം മുതൽ തിരിച്ചെത്തുന്നവരെ ബഹുഭൂരിപക്ഷം ആളുകളും തമ്മിൽ വർത്തമാനം പറയാനും കഥ പറയാനും തമാശകൾ പൊട്ടിക്കാനും ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കപ്പെടാനുമല്ലാതെ പോകുന്ന രാജ്യത്ത് എന്താണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, നമ്മൾ കാണാൻ പോകുന്ന ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ സംഭവത്തിൻ്റെ എന്ത് സ്മാരകമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പഠിക്കാനോ കണ്ണു തുറന്ന് കാണാനോ അപഗ്രഥിക്കാനോ അവിടെയുള്ള നാട്ടുകാരോടും അവിടുത്തെ വിദഗ്ധരോടും അതിനെക്കുറിച്ച് ചോദിക്കാനോ ഒന്നും മെനക്കെടാറില്ല അധികം. മാത്രമല്ല, യാത്ര കഴിഞ്ഞ് വരുമ്പോൾ
കുറച്ച് സുവനീറുകൾ മാത്രമായിട്ട്, കുറച്ച് ഫോട്ടോഗ്രാഫുകൾ സെൽഫികളും മാത്രമായിട്ട് മടങ്ങി വരുന്നവരായിട്ട് നമ്മൾ മാറുന്നു. സഞ്ചാരം അതായിരുന്നില്ല. കാരണം ഞാൻ യാത്ര ചെയ്തത് മലയാളികളെ ഈ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഏഷ്യാനെറ്റ് എന്ന ഒരു പ്രമുഖ ചാനലിന് കൊടുക്കാൻ വേണ്ടിയാണ്. അന്ന് ആ ഏഷ്യാനെറ്റിൽ ഇരുന്നവരൊക്കെ പണ്ഡിതന്മാരാണ്, മഹാപണ്ഡിതന്മാരായ ആളുകളാണ്. നിങ്ങൾക്ക് ആ പേരുകൾ 90കളിലെ ഏഷ്യാനെറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രോഗ്രാമുകളുടെ ഹെഡായിട്ടിരുന്നവരെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു പരിപാടി കാണിച്ച് അതിന് അനുമതി വാങ്ങണമെങ്കിൽ എത്ര ഗൗരവത്തോടെ ഡെപ്തിൽ പഠിച്ച് ചെയ്യണമെന്ന് ബോധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യാത്രയ്ക്ക് മുമ്പുള്ള പഠനം, യാത്ര ചെയ്യുമ്പോഴുള്ള പഠനം, തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നടത്തുന്ന റിസർച്ച്, സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ, അതിനുശേഷം അതിൽ തെറ്റുണ്ടോ, പറയുന്നത് പ്രശ്നമാണോ എന്നുള്ള നിരന്തരമായ ഗവേഷണം, ഇത്രയും കഴിഞ്ഞ് ഒരു രാജ്യത്തെ നമ്മൾ പരിപാടിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആ നാടിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, മതം വളർന്ന വഴികൾ, അവിടുത്തെ സാമ്പത്തിക മേഖല, ഇതെല്ലാം നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കും. ആ ഹൃദിസ്ഥമാക്കി 27 വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് ഇന്ന് ഞാൻ ഒരു നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇവൻ വെറും ലോകയാത്രകനല്ലേ, അവൻ ഇതിനെക്കുറിച്ച് എന്തറിയാമെന്ന്. അപ്പോൾ അതിനുള്ള മറുപടി മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ലോകയാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പഠിക്കാൻ മനസ്സ് തുറന്നു വെച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ പരം അറിവ് കിട്ടുന്ന മറ്റൊരു കാര്യമില്ല. നിങ്ങൾ ലോകത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയി നിൽക്കുമ്പോൾ അവിടെ പെടഞ്ഞു മരിച്ച 60 ലക്ഷം മനുഷ്യരുടെ ആത്മാക്കളുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കംബോഡിയയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ, കില്ലിംഗ് ഫീൽഡുകളിൽ പോയി നിൽക്കുമ്പോൾ ഇന്നും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ തല ചെതറിത്തെറിച്ച മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്ന ചപ്പടാച്ചി രാഷ്ട്രീയമല്ല അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം, 10,000ങ്ങളെ കൊന്നൊടുക്കിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ കഥ നിങ്ങളുടെ മനസ്സിലറിയാതെ പതിഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ചോരയുടെ മണവും നിറവും ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ യാത്ര ചെയ്യുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി ഇനി നിങ്ങൾക്ക് വിടുന്നു, നിങ്ങൾക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സർ, കേരളം ഇന്ന് വലിയ പ്രകൃതി ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ സെഷനിലടക്കം പറഞ്ഞിട്ടുണ്ട്, ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്നൊരു സ്റ്റേറ്റായി കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പെർസെൻറ്റേജ് സ്ഥലങ്ങളൊക്കെ ഇന്ന് ഒരുപാട് ലാൻഡ് സ്ലൈഡ് നടക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ, നമുക്ക് ടൂറിസം അവിടെ വളർത്തുകയും വേണം, എന്നാൽ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്യരുത്, ഇത് രണ്ടും ഒരുപോലെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? ഞാനിതിനെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ് കാണുന്നത്. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കേരളം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ വർഷവും ചുഴലിക്കൊടുങ്കാറ്റടിച്ച് താറുമാറാക്കുന്ന ഒരു നാടാണ് അമേരിക്കയിലെ ഫ്ലോറിഡ. അവിടെ മനുഷ്യർ വല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ദുരന്തങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്ററിൽ എത്ര സ്ഥലത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്? അത് താരതമ്യപ്പെടുത്തി നോക്കൂ. നമ്മളുടെ ഭൂപ്രദേശം, വയനാട് ദുരന്തമുണ്ടായി എന്ന് പറഞ്ഞ് അത് വ്യാപകമായി പ്രചാരണം കൊടുത്ത് വയനാട്ടിലേക്ക് എന്നല്ല കേരളത്തിലേക്ക് തന്നെ ആരും വരാതാത്ത സ്ഥിതിയിൽ എത്തിച്ചു. വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ 1-2 വാർഡിലാണ് ഈ സംഭവം ഉണ്ടായത്, അല്ലേ? അതിനെ മുഴുവൻ സാമാന്യവൽക്കരിച്ച് കേരളം മുഴുവൻ പൊട്ടിത്തെറിയുടെ വക്കീലാണെന്ന് ആരെങ്കിലും ഭീതിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ താല്പര്യമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നാടുകളിലൊന്ന് കേരളം തന്നെയാണ്. ധൈര്യമായിട്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലോകത്തിലെ ഏത് രാജ്യം എടുക്കുക, ചൈന എടുക്കുക, ജപ്പാൻ എടുക്കുക. ജപ്പാനിൽ ഒരു വർഷം എത്ര ഭൂകമ്പം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കണക്കുണ്ടോ? ജപ്പാനിൽ സുനാമി എത്ര അടിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? നമ്മൾ നമ്മുടെ മാത്രം ലോകത്തിരുന്ന് ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി, നമ്മളെ ഭയപ്പെടുത്തി, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രചാരവേലകളിൽ മുഴുവൻ വീഴേണ്ടതില്ല. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രകൃതി സംരക്ഷണം കൊണ്ട് മാത്രമല്ല ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. പ്രകൃതി സംരക്ഷണം നടത്തിയാൽ ഭൂകമ്പത്തെ മാറ്റി നിർത്താൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ചുഴലിക്കൊടുങ്കാറ്റിനെ ഒഴിവാക്കാൻ കഴിയില്ല. ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും എന്താണെന്ന് പഠിക്കുക തന്നെ വേണം. അതല്ലാതെ കാടടച്ച് വെടിവെച്ച് കേരളം മുഴുവൻ ഇപ്പോൾ തീരാൻ പോവുകയാണെന്നുള്ള ഒരു ഭീഷണിയൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. കേരളത്തിൽ തീർച്ചയായിട്ടും വനവൽക്കരണം നടക്കണം. നമ്മുടെ കേരളം ആകാശത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെയും വേറൊരു വിദേശ രാജ്യത്ത് നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വന്നത്. നിങ്ങൾ ഈ കേരളത്തിന് മുകളിൽ കൂടെ വിമാനത്തിൽ പറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുക കേരളത്തിൽ ഇനി ഒരു തൈ പോലും വെക്കാൻ ഇടയില്ലാത്ത പോലെ പച്ചപ്പ. ആകാശത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ കേരളത്തെ? ഒരു മരം പോലും നടാൻ ഇനി അവശേഷിക്കുന്ന സ്ഥലമില്ലാത്ത മട്ടിൽ പച്ചപ്പിൻ്റെ ഒരു കാടാണ് കേരളം ആകാശത്ത് നോക്കുമ്പോൾ. അവിടെ ഇന്നും ഏതോ കാലഘട്ടത്തിലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല.
നമ്മൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ, പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തണം. അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും നമ്മൾ പഠിക്കണം. അതിന് ശാസ്ത്രീയമായ വഴിക്കാണ് പോകേണ്ടത്. ഊഹാപോഹങ്ങൾ വെച്ച് ചാനൽ ചർച്ചയിൽ ആളാകാൻ വേണ്ടി പറയുന്ന വർത്തമാനങ്ങളല്ല നമുക്ക് വേണ്ടത്. ഇവരാരെങ്കിലും ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് വർത്തമാനം പറയുന്നതെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളണം. അത് ശാസ്ത്രീയമായി പറയാൻ കഴിയുന്ന ആളുകളുടെ വാക്കുകളെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാതെ കേരളം മുഴുവൻ ഇപ്പോൾ പ്രശ്നത്തിലാണ്, പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ടതില്ല. ഈ പ്രതിസന്ധികളെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പർവ്വതീകരിക്കുന്നതിന് പകരം യാഥാർത്ഥ്യബോധത്തോടെ അതിനെ അഭിമുഖീകരിക്കുകയും അതിന് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ. പിന്നെ അമേരിക്ക നോക്കിയാൽ കഴിയാത്ത ചുഴലിക്കൊടുങ്കാറ്റിനെ നമുക്ക് നേരിടാൻ കഴിയില്ല. പക്ഷേ അത്തരം പ്രകൃതി ദുരന്തങ്ങളൊന്നും കേരളത്തിൽ കാര്യമായിട്ടുണ്ടാകുന്നില്ല, ഉണ്ടായിക്കൂടുന്നില്ല. സാറെ, കാടടച്ച് വെടിവെക്കുന്നതല്ല. സാറ് നേരത്തെ ഒരിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുണ്ടായി, മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവം പറയുണ്ടായി. മലയാളി ഇപ്പം ലോകരാജ്യങ്ങളിൽ എവിടെയും ചെല്ലുമ്പോൾ, യൂറോപ്പിൽ ചെല്ലുമ്പോൾ മലയാളിക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ മലയാളികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ എപ്പോഴും ഭക്ഷണം കൊണ്ട് നൽകാറുണ്ടെന്ന് പറയാറുണ്ട്. അതിനെ ശരിക്കും പറയാൻ ന്യായീകരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്. മലയാളി എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ്, അവിടെ താമസിക്കുകയാണ്. കുടുംബസമേതം ഒരു ഇസ്രയേലി യാത്രയ്ക്ക് അവർ എൻ്റെ കൂടത്തിൽ വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ഈജിപ്തിലൊരു ഹോട്ടലിൽ ചെന്ന്, 5 സ്റ്റാർ ഹോട്ടലിലാണല്ലോ, അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമേ ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. ആ ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെച്ച് ഉടൻ തന്നെ ഇപ്പുറത്ത് വേറെ ഒരു വെറൈറ്റി ഓഫ് ഫുഡ്സ് കണ്ടു. അത് അതേപടി കൊണ്ട് കമത്തി കളയുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ നമുക്കൊത്തിരി ഹൃദയത്തിൽ ഒത്തിരി വേദന തോന്നിപ്പോയി. അതേ രീതിയിൽ തന്നെ വേറെ മലയാളീസ് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു മാറ്റം വരാൻ സാറിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? മലയാളികൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ? മലയാളി എവിടെ ചെന്നാൽ ഈ സ്വഭാവം കാണിക്കുക, എത്ര കൊല്ലം പുറത്തു പോയി താമസിച്ചാലും ഈ ഭക്ഷണത്തോടുള്ള ഒടുക്കത്തെ ആർത്തി. അതിനിപ്പോൾ എന്താ മറുപടി പറയുക? നമ്മളെല്ലാവരും മിതമായിട്ട് ഭക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ചോദ്യങ്ങളൊന്നും ലഘുവാക്കിയാലേ ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കാമല്ലോ. വെറൈറ്റി ചോദ്യങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ചാൽ. സർ, ഗുഡ് ഈവനിങ്. സർ, സാധാരണ മലയാളി യാത്ര ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും സങ്കടം മറക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷവും ഫ്രീ ടൈമും കിട്ടുമ്പോഴാണ്. സാർ പറഞ്ഞു 24-ാമത്തെ വയസ്സിൽ സാറിൻ്റെ യാത്ര തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. ആദ്യ യാത്രകളിൽ ഇതിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടാണോ സാർ യഥാർത്ഥത്തിൽ യാത്രകൾ സ്റ്റാർട്ട് ചെയ്തത്? വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ഓടുകയാണോ എന്നായി ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയാണോ ഓടിയതാണോ, വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയതാണോ എന്നായി ചോദ്യം വരുന്നത്. എൻ്റെ യാത്രകൾ ആരംഭിച്ചത് ഉപജീവനമാർഗം എന്ന നിലയിലായിരുന്നു. ഞാൻ പഠിച്ചത്, ഞാൻ പലതവണ ആയിരക്കണക്കിന് തവണ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് കണ്ട വീഡിയോകളിലെല്ലാം ഉണ്ട് എങ്ങനെയാണ് സഫാരി ഉണ്ടായത്, സഞ്ചാരം ഉണ്ടായതെന്നൊക്കെ. അപ്പോൾ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. ടെലിവിഷന് പ്രവർത്തിച്ചാണ് എൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ടെലിവിഷനിൽ വ്യത്യസ്തമായ പരിപാടികൾ വേണമെന്ന് ചിന്തിച്ചപ്പോൾ ആരും ചെയ്യാത്ത എന്ത് പരിപാടി ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് അക്കാലത്ത് 97-ൽ യാത്രാ വിവരണങ്ങൾ ടെലിവിഷൻ പരിപാടികളായിട്ട് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ട്രാവലോഗായിരിക്കണം എൻ്റെ ടെലിവിഷൻ പ്രവർത്തനത്തിൻ്റെ മേഖല എന്ന് തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യ യാത്രയുടെ കാര്യമായി പറയുന്നത്, എൻ്റെ ആദ്യ യാത്ര തന്നെ എൻ്റെ പ്രൊഫഷണൽ യാത്രയായിരുന്നു. സാർ, ഇവിടെ തറയിൽ അവരാക്കിയതാണ്. സാർ, എൻ്റെ ചോദ്യമല്ല, എൻ്റെ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതായത് ലോകത്തെ ഏറ്റവും ചെറിയ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനൗദ്യോഗികമായിട്ട് പറയുന്നുണ്ട് ഒരു സീലാൻഡ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു രണ്ട് തൂണിൻ്റെ ഇടയിൽ ഒരു 37 ആളുകളൊറ്റാണുള്ളത്. സാറേ, നമ്മൾ ആ പിക്ചറിൽ, ഞാനൊക്കെ ആ പിക്ചറിൽ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു മൂവിയോ അതിലവിടെ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് കണ്ടിട്ടില്ല. സാർ അവിടേക്ക് പോയിട്ട് ആ ഒരു കാഴ്ച നമുക്ക് തരാനുള്ള താല്പര്യമുണ്ടോ? എന്താ അങ്ങോട്ട് പോകാൻ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം ഉണ്ടോ എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഞാൻ എൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ അവിടേക്ക് മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് പ്ലാനില്ല. കാരണം അതൊരു രാഷ്ട്രമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല, 1. 2, അവിടേക്ക് ഹെലികോപ്റ്ററോ വിമാനങ്ങളോ ഒന്നും എത്തുന്ന സ്ഥലമല്ല, ഒരു പ്ലാറ്റ്ഫോമാണ്. പണ്ടത്തെ എന്തോ ഒരു റിഗ്ഗിന് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പോയാൽ നമുക്ക് തിരിച്ചു വരാനുള്ള മാർഗ്ഗമില്ലാത്തത് കൊണ്ട് പിന്നീട് യാത്ര പോകുന്നുണ്ട്. അതിന് മലയാളികൾ സമ്മതിക്കുമെന്ന് തോന്നില്ല കേട്ടോ. ഈ കണക്കിന് ഇത്രയും ഇഷ്ടമുള്ളതാണെങ്കിൽ. ചോദ്യം സാറെ പ്രചോദിപ്പിച്ച പലരെ പറ്റി സാർ സഞ്ചാരത്തിൽ പറഞ്ഞായിരുന്നു. തമാര എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഓഡിയോ കാരണമാണ് സാറുടെ ഒരു പ്രോഗ്രാം തുടങ്ങാനുള്ള പ്രചോദനം. തമാര എന്ന് പറഞ്ഞൊരു വ്യക്തി സാറുടെ ആദ്യ യാത്രകളിൽ ഈ ഒരു ലേഡി അവതരിപ്പിച്ച രീതി സാറിനെ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നു.
പിന്നെ ഒരു ന്യൂറോ സർജൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രകൾ, അങ്ങനെ അതുപോലെ നമ്മുടെ കേരളത്തിൽ സാറെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി പറയാൻ? യാത്ര ചെയ്യാനാണെങ്കിൽ എസ് കെ പൊറ്റക്കാട്. അദ്ദേഹമാണ് നമ്മുടെയൊക്കെ ആത്മീയ ഗുരു. നേരിട്ടുള്ള ഒരു അനുഭവം, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു അനുഭവം, ഒരു സാറിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്ന ചേഞ്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രചോദനം നൽകിയ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി? ഇല്ല, നമ്മൾ ഒരു വ്യക്തിയെയും കോപ്പി അടിക്കലല്ല നമുക്ക് വേണ്ടത്. പല വ്യക്തികളിൽ നിന്ന് അവരുടെ ഏതെങ്കിലുമൊക്കെ നല്ല അംശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടി എടുത്ത് നമ്മളായി മാറുക എന്നുള്ളതാണ് വേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്ര ചെയ്യാനുള്ള ആ സാഹസിക മനോഭാവം, മറ്റു പലരും ഇപ്പോൾ റിച്ചാർഡ് ബ്രാൻസനെ പോലുള്ള സംരംഭകരുടെ വ്യത്യസ്തമായ സാഹസികമായ സംരംഭകത്വ ബോധം, എൻ്റെ പിതാവിൻ്റെ പോലും മനോഭാവങ്ങളും രീതികൾ, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ അംശങ്ങൾ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ തറയല്ലാത്തവർക്കും കൊടുക്കണേ. അല്ല, ഒരു അഭിപ്രായം ചോദിക്കാനാണ്. അതിനു മുമ്പ് ഈ റോസ് ഷർട്ട് ചേട്ടനോട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ അധികം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും നോക്കാൻ പാടില്ല എന്ന് ഒരു ഇതാക്കുന്ന ഒരാളാണ്. അത് പറഞ്ഞതേ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ പലരും പ്ലസ് കഴിഞ്ഞിട്ട് പഠനം നിർത്തിയവരാ. അവരെന്താ പറയുന്നത് വെച്ചാൽ, ഡിഗ്രി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതല്ലാണ്ട് വേറെന്തോ കോഴ്സ് കൊണ്ട് പഠിച്ചിട്ട് വലിയ കാര്യമില്ല, ഏറിപ്പോൾ ഒരു 50,000 60,000 മാക്സിമം 1,00,000 ശമ്പളത്തിൽ പോകും. അപ്പോൾ പ്ലസ് ടു നിർത്തിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസോ ബിസിനസ്സോ തുടങ്ങി ജീവിക്കണം നോക്കണ്ട. അതുകൊണ്ട് ചോദിക്കാനുള്ള, ഡിഗ്രി പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ഈ കാലത്ത്? ഇദ്ദേഹം അത് പഠിച്ചുകൊണ്ടുള്ള ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ പറഞ്ഞാൽ, തമാശയായിട്ട് പറഞ്ഞാൽ. ഇദ്ദേഹമൊക്കെ ആയിരിക്കും നാളെ നമ്മുടെ വലിയ യൂസഫ് അലിയൊക്കെ ആയി മാറാൻ പോകുന്നയാൾ. പറയാൻ പറ്റില്ല. വെരി ഗുഡ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഇന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് ചില മേഖലകളിൽ മാത്രമാണ്. സയൻസ് പഠിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും ബ്രില്യൻ്റായ ആളുകൾക്ക് ഒക്കെ ചില മേഖലകളിൽ ഗ്യാരണ്ടി തരുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം നേടാമെന്നതിന്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ജീവിത വിജയം ഉണ്ടാക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. അത് വാസ്തവമാണ്. അവനവൻ്റെ മനോഭാവവും പണിയെടുക്കാനുള്ള മനസ്സും മാത്രമാണ് നമുക്ക് ജീവിത വിജയം നേടിത്തരിക, വേറൊന്നും അല്ല. പിന്നെ നമ്മളുടെ ഒരു പാഷനേറ്റായ ഒരു മേഖല നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വൈദഗ്ധ്യം, എൻ്റെ സ്കില്ല്, എൻ്റെ പാഷൻ ഈ മേഖലയിലാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ വൈദഗ്ധ്യം തരുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠം. അതിലപ്പുറം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ സഫാരി ചാനലിൽ ജോലി ചെയ്യുന്ന പല കുട്ടികളും ബിടെക്കുകാരാണ്. അവർ ബിടെക്ക് കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന പണി വീഡിയോ എഡിറ്റിങ്ങാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഈ പിള്ളേരോട് ചോദിക്കും, നീ എന്തിനാണ് പിന്നെ ബിടെക്കിന് പോയേ? അവരൊന്നും അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് വിട്ടതാണ്. എൻട്രൻസ് ഒരു തരത്തിൽ പാസ്സാക്കിച്ചു, കഴിഞ്ഞ് വിട്ടു. അവിടെ ഇങ്ങനെ സപ്ലി എഴുതി ജീവിതം പോയി. അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മേഖല വിഷ്വൽ മേഖലയാണെന്ന്. 6-7 കൊല്ലം അവൻ്റെ ജീവിതം ഏറ്റവും നരക തുല്യമാക്കി മാറ്റിയതിന് ശേഷം അവൻ തിരിച്ചറിഞ്ഞു, ആ മുടക്കിയ പണവും സമയവും ആയുസ്സും ഒന്നും അവന് പ്രയോജനപ്പെട്ടില്ല, അവന് വേണ്ടിയിരുന്നത് വേറെയാണെന്ന്. ഇതാണ് ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നം. നമ്മൾ മാതാപിതാക്കൾ ദയവ് ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾ, നടക്കാതെ പോയ നമ്മുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ നടപ്പാക്കാൻ അടിച്ചേൽപ്പിക്കരുത്. അവനൊരു വ്യത്യസ്തമായ ക്രിയേഷനാണ്. അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു പാഷനുണ്ട്, ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്താൽ അവൻ ചിലപ്പോൾ നാളത്തെ കേരളം അറിയുന്ന ഒരു പ്രതിഭയായി മാറിയെന്നിരിക്കും. ആ പ്രതിഭയെ ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കുന്നതാണ് നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം സാർ. ഞാൻ സാറിനോട് നേപ്പാളിൽ പോകാനായിട്ട് പണമൊക്കെ അടച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു അപകടം പറ്റി, ആ യാത്ര മുടങ്ങിപ്പോയി. അത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ അവിടെയുള്ള പല സ്റ്റാഫുമായിട്ടും സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് സാർ എപ്പോഴും തിരക്ക് കഴിഞ്ഞാൽ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലത്ത് നിന്നിട്ട് വേണ്ടായോ, ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും തുടക്കത്തിൽ വന്ന് സാറിനെ ഒന്ന് കണ്ടതും. എനിക്ക് അടുത്ത ആഫ്രിക്കൻ യാത്രയിൽ സാറിനോടൊപ്പം വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യമാണ്.
സാധിക്കുമോ എന്നറിയില്ല. പിന്നെ സാറിനെ പോലെയുള്ള ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. കാരണം ഒരു മനുഷ്യന് ഇത്രയുമൊക്കെ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത് ഏത് മേഖലയിലായാലും, വിദ്യാഭ്യാസ മേഖല, ലേബർ ഇന്ത്യ ആയാലും മറ്റു കാര്യങ്ങളായാലും. അതുമാതിരി സാർ കേരളത്തെ പറ്റി പറഞ്ഞു. ഞാൻ ചോദ്യങ്ങളാണെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് സ്വിറ്റ്സർലൻഡിൽ പോയി. ഒരു സെക്കൻഡ്, ഇവിടെ ഒരു കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. 19 മിനിറ്റ് കൂടെ ഇനി 19 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടെൻഷനാണ് ഇതിങ്ങനെ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചോദ്യത്തിലേക്ക് വന്നാൽ. സ്വിറ്റ്സർലൻഡിൽ പോയി വന്നപ്പോൾ ആൾ ചോദിച്ചു, സ്വിറ്റ്സർലൻഡ് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ്, സ്വിറ്റ്സർലൻഡിനെക്കാളുമൊക്കെ എത്രയോ മനോഹരമാണ് കേരളം. പക്ഷേ അവിടുത്തെ ആളുകൾ അതിനെ മനോഹരമാക്കി വയ്ക്കുന്നത് കൊണ്ടാണ് അത് മനോഹരമായിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് കേരളം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ചോദ്യം എന്തായിരുന്നു? ഇല്ല, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് സാറിനോടൊപ്പം ആവശ്യം ആദ്യം പറഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സാർ, മലയാളികളായ ലോകസഞ്ചാരികൾ ഇതിനു മുമ്പ് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. SK പൊട്ടിക്കാട് പോലെ ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു സാറിനെ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം സാറിനെ വ്യതിരിക്തനാക്കുന്നത്, സാറ് സാധാരണ മലയാളി യുവാക്കളൊക്കെ ലോകം മുഴുവൻ കണ്ട് കഴിയുമ്പോൾ അവർക്കാർക്കും തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. കഴിയുന്നതും ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പറക്കി അവിടെ പുറത്തോട്ട് പോയി സെറ്റിൽ ആവുക, അങ്ങനെയുള്ള. പക്ഷേ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കേരളത്തോടുള്ള ഒരു വലിയൊരു താല്പര്യം, വലിയൊരു സ്നേഹം, പുറമേ കാണുന്ന വളരെ വിപ്ലവകരമായ ആശയങ്ങളൊക്കെ സാറ് വളരെ ശക്തമായിട്ട് ഇവിടെ വന്ന് പറയുന്നു. പലർക്കും അത് വളരെ അത്ഭുതമായിട്ട് പലപ്പോഴും അത് തോന്നാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലുള്ള ഒരു ഐഡിയേഷൻ സാറിൽ നിന്ന് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സാറാണെങ്കിലും ഒരിക്കലും ഇനിയിപ്പോൾ എലോൺ മസ്കിൻ്റെ കൂടെയൊക്കെ യാത്രയ്ക്ക് പോകാമെന്ന് കേട്ടു. പിന്നെ സാർ ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ആശയങ്ങൾക്കൊക്കെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിലൊക്കെ സാറിന് എന്തെങ്കിലും തൃപ്തികരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാറിൻ്റെ ആശയങ്ങൾക്ക് ശരിയായ ഒരു സ്വീകരണം ഇവിടെ ഗവൺമെൻറ് തലത്തിലൊക്കെ ലഭിക്കുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ കേരളത്തെക്കുറിച്ച് സാറിന് ഇനിയും വലിയ പ്രതീക്ഷയുണ്ടോ? എനിക്ക് ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതീക്ഷയുണ്ട്, നടക്കും തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങൾ, ഇവിടെ പരമ്പരാഗതമായി നമ്മളുടെ രാഷ്ട്രീയ ചിന്തകൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചിന്തകൾ ഒക്കെ മാറി വരാൻ സമയമെടുക്കുന്നു. പുതിയ ഏതാശയത്തെയും പഴയ അളവുകോൽ വെച്ച് അളന്ന് അതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് മുൻവിധിയോടെ കാണുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അത് മാറി വരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാർ നമസ്കാരം. സാറിനോട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ എന്താ പറയുക, ഒരു ബസ് സ്റ്റാൻഡിൽ കയറി അടുത്ത ബസ് പിടിച്ചു പോകുന്ന ഡയലോഗില്ല, അത് ആ ഇൻസ്പിറേഷൻ കാരണം 20 രാജ്യത്തോളം സന്ദർശിച്ച മനുഷ്യനെ ഞാൻ. എനിക്ക് സാർ ചോദിക്കാനുള്ളത്, അതിന് 58 വയസ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് മക്കൾ, അതായത് ജീവിക്കാതെ മരിക്കേണ്ട കരുതിയിട്ടാണ്. പിന്നെ ഞാൻ സാറോട് ചോദിക്കാനുള്ളത്, സാറ് പോയതിൽ ഏറ്റവും സഹകരണ മനോഭാവം ഉണ്ടായി ഏത് രാജ്യമായിരുന്നു? ഏറ്റവും അധികം ഹോസ്പിറ്റാലിറ്റി കാണിച്ച രാജ്യം ഏതായിരുന്നു? ഏറ്റവും ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ മധ്യേഷ്യയിലെ രാജ്യങ്ങളാണ്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ വലിയ സ്നേഹം അവർക്ക്. അതിൻ്റെ കാര്യം പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലൊക്കെ മുതലുള്ള ഒരു ബന്ധങ്ങളായിരിക്കണം. കൂടാതെ ഹിന്ദി സിനിമ അവർക്ക് വലിയ ഹരവാണ്. അക്കാലത്തെ അവരുടെ ഏറ്റവും വലിയ ആശ്വാസങ്ങളിലൊന്ന് ഈ നിരന്തരം അവിടെ കിട്ടുമായിരുന്ന ഹിന്ദി സിനിമകളാണ്. അതിനകത്തെ അമിതാഭ് ബച്ചനും ഇപ്പോഴത്തെ ഷാരൂഖ് ഖാൻ വരെ. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ ഈയിടെ ചെന്നപ്പോൾ ഒരു അമ്മൂമ്മ ഇറങ്ങി വന്നിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ കയറി ചെന്നപ്പോൾ ചോദിക്കുന്നു, എൻ്റെ അടുത്ത് ചോദിച്ചു, ഷാരൂഖ് ഖാൻ്റെ ആ കണ്ണിൻ്റെ സൂക്കേടൊക്കെ മാറിയോ എന്ന്. അപ്പോൾ എനിക്ക് സംശയം ഇതെന്താ പുള്ളിക്ക് പറ്റിയെന്ന്. അപ്പോൾ തലേ ദിവസം ഏതോ ഒരു വാർത്തയിൽ കണ്ടു ഷാരൂഖ് ഖാൻ്റെ കണ്ണിനെന്തോ ഒരു ചെറിയ പ്രശ്നമായി. അവരുടെ ഏറ്റവും വലിയ ആശങ്ക അന്ന് എന്നെ കണ്ടപ്പോൾ ഇതാണ്, ഷാരൂഖ് ഖാൻ്റെ ആ കണ്ണിൻ്റെ പ്രശ്നം മാറിയോ എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ഹൃദ്യമാണ്. അവർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ജനസമൂഹമാണ് അവർ. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയിട്ടുള്ളത്. ബാക്കി പല രാജ്യങ്ങളിലും ഒരു അന്യനാട്ടുകാരനെ അത്ര വലിയ ഒരു തുറന്ന മനസ്സോടെ ആയിരിക്കില്ല ചിലപ്പോൾ സ്വീകരിക്കുക. സ്വാഭാവികമായിട്ടും ചെറിയ അകൽച്ച കാണും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലിയ സൗഹൃദത്തിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ ജപ്പാൻകാർക്ക് ഇന്ത്യക്കാരോട് വലിയ സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നത്, ബഹുഭൂരിപക്ഷം പേരും ജപ്പാനിലെ ബുദ്ധിസ്റ്റുകളാണ്. ബുദ്ധമതം ഉദയം കൊണ്ടത് ജനിച്ചത് ഇന്ത്യയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആദരവും സ്നേഹവും ഇന്ത്യക്കാരോടുണ്ട്.
പക്ഷേ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ജപ്പാൻ ഇത്രയും ആദരവ് നമ്മളോടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളാണ്. ഹലോ സർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ യാത്ര തന്നെ ജീവിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചോദ്യം ഇതാണ്, ജീവിതയാത്രയിൽ സാറിന് എപ്പോഴെങ്കിലും സന്യാസത്തെക്കുറിച്ചൊരു ചിന്ത തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ പ്രായമായില്ല എന്നാണോ? എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തുഷ്ടമായി മുന്നോട്ട് പോവുകയാണ്. സാർ, അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം കൂടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റാരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഇയാൾ എൻ്റെ കുടുംബം കലക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണോ? എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തോന്നിയൊരു പ്രണയമാണ് പിന്നീട് അത് വിവാഹമായിട്ട് കലാശിച്ചതും. പക്ഷേ വേറൊന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 17-18 വയസ്സിൽ പ്രണയിച്ചു തുടങ്ങുകയും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 6-7 വർഷം കഴിഞ്ഞിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ പ്രണയിച്ചയാളെ വിവാഹം കഴിക്കുകയും ആ പ്രണയിച്ചയാൾ ഇപ്പോഴും ഉച്ചയ്ക്കും ചോറുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന മട്ടിൽ ബന്ധത്തിൽ തുടരുകയും ചെയ്യുന്നു. വെറുതെ അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. സർ, സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സർ, ഇപ്പം വെരി യങ് ഏജ് തൊട്ട് തന്നെ ഒരു പ്രസ്ഥാനം ബിൽഡപ്പ് ചെയ്തെടുക്കാനും പിന്നെ ഇതുപോലെ യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വേണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് ഇപ്പം ഞാനൊരു 1-2 ഇയേഴ്സ് വർക്ക് ചെയ്തു. ഞാനൊരു കരിയർ ബ്രേക്ക് പോലെ ഒരു 3 months എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയസ്, സർ ഇത്രയും ഹസ്ലൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് വേണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഓർ ബ്രേക്ക് എത്രത്തോളം സാറിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുണ്ട്? ബ്രേക്ക് വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് പോരാ എന്നുള്ളൊരു തോന്നലാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം യാത്രകൾ, ടെലിവിഷൻ, വിഷ്വൽ മീഡിയ, ഇത് മൂന്നും കൂടെ ചേർന്ന ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതാണ് എൻ്റെ പാഷൻ. 24 മണിക്കൂറും വേണ്ടി വന്നാൽ അതിന് പണിയെടുക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ഞാനിവിടെ ഇപ്പോൾ സംസാരിക്കാൻ ഈ വരുന്നത്, ഇതിനു മുമ്പ് 2 പരിപാടി മറ്റ് 2 വിദേശ രാജ്യങ്ങളിലെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് കോഴിക്കോട് വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ഹോട്ടലിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഏത് രാജ്യത്താണെങ്കിലും എൻ്റെ മുറിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് വരുന്നത് ആ ദിവസം സംപ്രേഷണം ചെയ്യേണ്ട പരിപാടികളുടെ അവസാനത്തെ വേർഷനാണ്. അത് ഞാൻ കണ്ട് അപ്രൂവ് ചെയ്ത് അതിനകത്തെ ഇന്ന അക്ഷരം, ഇന്ന വാക്ക്, ഇന്ന വിഷ്വൽ തെറ്റാണ്, അതൊന്നും തിരുത്തിയേക്ക് എന്ന് പറഞ്ഞ് അതുകൂടെ ചെയ്തിട്ട് മാത്രമാണ് ഇന്ന് ലോകം മുഴുവൻ സഫാരി കാണുന്ന പരിപാടികൾ മുഴുവൻ കാണുന്നത്. അത് ഞാൻ ആസ്വദിക്കുക. അത് വന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. ആ പണി ചെയ്തില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് എടുക്കാൻ ദയവ് ചെയ്ത് എന്നോട് പറയരുത്. മരണമാണ് എൻ്റെ ബ്രേക്ക്. പണ്ട് കമലഹാസനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒറ്റ മറുപടിയാണ് പറഞ്ഞത്, എൻ്റെ പാഷനാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളതാണ്. അപ്പം ഒരു പാഷൻ പ്രൊഫഷനായാൽ ഇതുപോലെ നമുക്ക് മറുപടി പറയാം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. സർ, എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. പിന്നെ എനിക്ക് രാവിലെ 6 മണിക്ക് എണീറ്റാൽ സാറിൻ്റെ സ്പീച്ച് കേൾക്കണം എന്നായാലും. അത് 6-6:30 ഉള്ളിൽ കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ സാറിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ട് ചായ കുടിക്കുകയുള്ളൂ. ആ സ്പീച്ച് ഒരു 10-15 തവണ ഒരു ദിവസം കേൾക്കും. അത്രയും എനർജറ്റിക് ആണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് നമ്മളെ സാറാണ്. പിന്നെ ലോകത്ത് ഒരു നൊബേൽ പ്രൈസ് ആര് സ്വപ്നം കാണും എന്നുള്ള ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു സാറിൻ്റെ. അതൊക്കെ ഞാനൊരു 50 പ്രാവശ്യത്തിലധികം കേട്ടിട്ട് ഞാനിപ്പോൾ ഒരു നൊബേൽ പ്രൈസ് എന്തായാലും വാങ്ങും എന്നുള്ളൊരു തീരുമാനത്തിൽ, അത്രയും കണ്ടെത്തൽ. ചെറിയ സംഭവമല്ല നൊബേൽ പ്രൈസ് എന്ന് എനിക്കറിയാം. നൊബേൽ പ്രൈസ് ചെറിയ സംഭവമല്ല. അതിനുള്ള മരുന്ന് നമ്മളെ വേണം. ആ മരുന്നുമായിട്ട് ഒരു 3-4 വർഷമായിട്ട് തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഒരു വേദി കിട്ടണോ അവിടെ നമ്മൾ നല്ലൊരു പ്രസൻറ്റ് ചെയ്യും. ഈ ലോകത്ത് തന്നെ നമ്മളെ വക ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരുന്നു 100% ഉറപ്പിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സന്തോഷ് സാർ. താങ്ക് യു. കേരള പോലീസിലേക്ക് ഒരു നൊബേൽ പ്രൈസ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സർ, ഗുഡ് ഈവനിങ് സർ. ഒരു 2 കൊല്ലം മുന്നേ സാർ ഇത്രയും പോസിറ്റീവായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ 2 കൊല്ലം മുന്നേ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൽ സാർ അത്യാവശ്യം ഡിജക്റ്റഡായി സംസാരിച്ച ഒരു എപ്പിസോഡ് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ഇഷ്യൂയിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഒരു നമ്പറല്ലേ മോനെ. ഈ സഫാരി ചാനല് ഞാൻ വളരെ പാഷനേറ്റായിട്ട് കൊണ്ടുപോകുന്നു, എൻ്റെ സ്വപ്നമാണ്, ഇതൊക്കെ ആകുമ്പോഴും
അതിന് വെല്ലുവിളികളില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ടെലിവിഷൻ ചാനൽ അത് മനോരമ നടത്തിയാലും സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയാലും ഒക്കെ അതിൻ്റെ ടെക്നിക്കലി അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം സമാനമാണ്. സാറ്റലൈറ്റിന് ഞങ്ങൾ കൊടുക്കുന്നത് ഇവർ കൊടുക്കുന്നതൊക്കെ ഒരേ വാടക തന്നെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഓരോ വീട്ടിലേക്കും വരുന്ന കേബിൾ ടി വിയിലൂടെ വരുന്ന സഫാരി ചാനലുണ്ടെങ്കിൽ ആ ഓരോ വീടിനും എണ്ണം പറഞ്ഞ ആ കാരിയർ കാശ് നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം അവർ കാരിയേജ് ഫീസായിട്ട് ഓരോ DTHകാരും ഓരോ ACV പോലുള്ളവർ അല്ലെങ്കിൽ മറ്റ് കേരള വിഷൻ വളരെ ലിബറലായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സഫാരി ആദ്യകാലം പോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ ഞാൻ മറക്കുന്നില്ല, നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പക്ഷേ മറ്റു പലരും കഴുത്തിന് കുത്തിപ്പിടിച്ച് പൈസ മേടിക്കുന്നവരാണ്. ഏഷ്യാനെറ്റിൻ്റെ ACV എന്ന് പറയുന്നത് നമ്മൾ ക്യാരി ചെയ്യാൻ എഗ്രിമെൻറ്റ് വെക്കാത്ത കാലത്തേക്ക് കൂടി 4 കോടി രൂപ നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തതിൻ്റെ പേര് കാശ് തരണം എന്ന് പറഞ്ഞ് സഫാരിക്കെതിരെ കേസ് നടത്തുകയാണ് ഡൽഹിയിൽ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ വരുമാനമില്ലാതെ പരസ്യമില്ലാതെ ഒരു ചാനൽ ഓടുമ്പോൾ മറ്റൊരു കൂട്ടർ നമ്മളെ കുത്തിപ്പിടിച്ച് ഒരു വർഷം 4 കോടി 5 കോടി രൂപ ഇത് ക്യാരി ചെയ്തതിന് കാശ് വേണമെന്ന് ചോദിച്ച് മേടിക്കുന്നു. ഇപ്പോഴും അവർ ക്യാരി ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് എന്താണെന്നറിയോ? നിങ്ങൾ പ്രേക്ഷകർ ഇത് നിർത്തിയാൽ ACV തന്നെ എടുത്തുകൊണ്ട് പൊക്കോളാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ അന്ന് ഇത് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ പരസ്യമില്ലാതെ പാഷനായി ഒരു ചാനൽ നടത്തുമ്പോൾ മറ്റൊരു കൂട്ടർ നമ്മളെ ക്രൂരമായി പിഴിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ആശങ്കയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായിരുന്നു ആ കോണ്ടെക്സ്റ്റ്. നമസ്കാരം സാർ. ഇവിടെ എൻ്റെ പേര് സുബീഷ് എന്നാണ്. ഞാൻ സാറിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്ന ആൾ, ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സാറെ വീഡിയോസും എൻ്റെ യാത്രകളുമാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പോയി. എൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതാ ഇവിടെ വിരിച്ച കല്ല് ഞാൻ ചെയ്തതാണ്. സാറ് എൻ്റെ ഈ ഒരു വർക്കിൻ്റെ ഇവിടെ ഇരിക്കാൻ പറ്റിയ, അത് ഞാൻ ചെയ്ത വർക്കിൽ സാറ് വന്നിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ അവസാനം ഞാൻ GCC ഒരു ട്രിപ്പ് പോയി. GCC ട്രിപ്പ് പോയി ബഹ്റൈൻ, അതേപോലെ ഖത്തർ, UAE വന്നു. അവിടെയൊക്കെ വന്നു, ഞാൻ തിരിച്ചു വന്നു. അവിടെ ഒരുപാട് യാത്രകൾ ചെയ്തു, കാറിലാണെങ്കിലും. അപ്പോൾ അവിടെ നിയമം, യാത്ര, റോഡുകൾ ഒക്കെ അടിപൊളിയാണ്. ട്രാഫിക് നിയമങ്ങൾ എല്ലാവരും പാലിക്കും. നമ്മൾ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി തന്നാൽ എല്ലാ വണ്ടികളും അവിടെ നിർത്തും. പക്ഷേ ഇവിടെ അതുപോലെയുള്ള നിയമങ്ങളുണ്ട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ ഒന്നും പാലിക്കപ്പെടുന്നില്ല. ആകെ ഹെൽമെറ്റ് ഇടുക, ജസ്റ്റ് ക്ലിപ്പ് പോലും ശ്രദ്ധിക്കുന്നില്ല. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതിൽ കുഴപ്പമില്ല. ഇന്ന് ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ഈ എന്താ പറയുക, നമ്മുടെ ബേബി മെമ്മോറിയലിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുണ്ട് റോങ് സൈഡിൽ കയറിയിട്ട് വെള്ളം വരണ്ട്. അതിന് കയറരുത് എന്നുള്ളൊരു നിയമമുണ്ട്. ഒരു കർണാടക KSRTCയും വേറൊരു വണ്ടികളും ഓപ്പോസിറ്റ് റോങ് സൈഡിലെടുത്ത് വരികയാണ്. അതുപോലെ തന്നെ ട്രാഫിക്കിൽ ഉള്ള ആൾക്കാർ തിരുവനന്തപുരം ഭാഗത്തേക്കും പല സ്ഥലത്തേക്കും പോകണം. വളരെ പ്രായമായ ആൾക്കാർ. ചോദ്യത്തിലേക്ക് വാ. അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് നിയമം പാലിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിൽ നിയമം പാലിക്കുന്ന ഒരു അവസ്ഥ വരും എന്നാണ്. കേരളത്തിൽ നിയമം പാലിക്കണമെങ്കിൽ ഈ GCC രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് അവിടുത്തെ നിയമം നടപ്പാക്കിക്കണം. കാരണം അവിടുത്തെ നിയമങ്ങളുടെ കാർക്കശ്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അവിടെ നിയമം തെറ്റിച്ചാൽ വിവരം അറിയും. ഇവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പോകുന്ന കാണുമ്പോൾ തന്നെ നമ്മളിവിടെ അതിനെ എതിർക്കും. മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെതിരാവും. ഗവൺമെൻറ് ആ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ ശക്തമായി നമ്മൾ തന്നെ എതിർത്ത് തോൽപ്പിക്കും. പിന്നെ എങ്ങനെയാണ് നന്നാവുക? നിയമങ്ങൾ കർശനമാവാതെ ഒരു ജനസമൂഹവും ഡിസിപ്ലിൻഡ് ആവില്ല. നിയമത്തെ സ്നേഹിച്ചിട്ട് നിയമം അനുസരിക്കുന്ന ഒരു നാട്ടിലും ഈ 148 രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. അമേരിക്കയിൽ ഒരുത്തൻ വൃത്തിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് നിയമത്തെ അപാരമായ പേടിയാണ്. അവിടെ ഒരു ദിവസം വയലേറ്റ് ചെയ്താൽ അവന് കനത്ത ഫൈൻ, രണ്ടാമത് വയലേറ്റ് ചെയ്താൽ അതിൻ്റെ ഇരട്ടി ഫൈൻ, മൂന്നാമത് വയലേറ്റ് ചെയ്താൽ അവൻ്റെ ലൈസൻസ് 6 മാസത്തേക്ക് ക്യാൻസൽഡ്, പിന്നെയും അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വയലേറ്റ് ചെയ്താൽ പിന്നെ ജീവിതകാലത്ത് അവൻ വണ്ടിയായിട്ട് വഴിയിലോട്ട് ഇറങ്ങില്ല. ഇങ്ങനെ നിയമമുള്ളിടത്ത് അത് പിടിക്കാൻ എല്ലായിടത്തും കൃത്യമായ ക്യാമറ സംവിധാനങ്ങൾ, പട്രോളിംഗ് സംവിധാനങ്ങൾ, കർശനമായ നിയമം ഇങ്ങനെ പാലിക്കുന്നത് കൊണ്ടാണ് ഇന്നലെ വരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ വണ്ടി ഓടിച്ചവൻ ഇന്ന് രാവിലെ GCCയിലേക്കോ അമേരിക്കയിലേക്കോ ചെല്ലുമ്പം ഡീസൻ്റ് ആവുന്നതിൻ്റെ കാര്യം. അല്ലാതെ ആ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിയമത്തെ ഭയന്നിട്ടാണ് തന്നെയാണ്. ലോകത്തെവിടെയും ആളുകൾ നിയമം അനുസരിക്കുന്നത് അതിനെ ഭയന്നിട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. സർ അങ്ങയുടെ യാത്രയിൽ സ്ഥലം, ചരിത്രം, മനുഷ്യന്മാർ, ഇതിൽ അങ്ങ് ഏറ്റവും ആകർഷിച്ചത് ഏതാണ്? മനുഷ്യരാണ് ഈ മറ്റു രണ്ടും ഉണ്ടാക്കുന്നത്. ഹലോ സർ. ഇവിടെ തറ. ഓക്കെ, എൻ്റെ പേര് നാരായണൻ എന്നാണ്. സാറിന് അറിയാമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ
ഒരു ട്രാവൽ ഗ്രൂപ്പ് ഉണ്ട് സഞ്ചാരി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫൗണ്ടർ അഡ്മിനാണ് ഞാൻ. അത് ഗമയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 7 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. അതിലെല്ലാവരും ഈ പറഞ്ഞ ട്രാവലോഗ്സ് ഇടുമ്പോൾ അതിലെല്ലാവരും കൂടുതൽ പരാമർശിക്കുന്നത് സാറിനെ കുറിച്ചാണ്. അതായത് സാറിൻ്റെ യാത്രകൾ കണ്ടിട്ടാണ് പലരും ഇൻസ്പിറേഷനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതല്ല, ഇപ്പോൾ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ പോകുന്നത് ലാസയിലൂടെയാണ്, ടിബറ്റിലൂടെയാണ്. അത് കഴിഞ്ഞു ഇന്ന് മെക്സിക്കോയിലേക്ക് പോയി നമ്മൾ. ടിബറ്റിൽ സാർ പറയണ്ടായി, ടിബറ്റിലെ പുതിയ തലമുറയെ ചൈന ആ വിശ്വാസം എന്നൊക്കെ മാറ്റി വേറെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ പൊട്ടാല പാലസിലോ ആയാലും ശരി ദലൈലാമയുടെ ഒരു സാന്നിധ്യം അങ്ങൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അവിടുത്തെ ആ രാഷ്ട്രീയ സാഹചര്യം മാറി വരും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടോ? എങ്ങനെ മാറുമെന്ന്? അതായത് ചൈനയിൽ നിന്ന് ടിബറ്റിലേക്ക്, ടിബറ്റിൻ്റെ ആ പറഞ്ഞ ദലൈലാമയുടെ ഒരു ഭരണത്തിലേക്ക് വീണ്ടും അവിടുത്തെ ഒരു ഇത് വരുന്നത് തോന്നുന്നുണ്ടോ? ഉടനെയൊന്നും വരില്ല. കാരണം ചൈന അത്ര ശക്തമായ, അറിയാമല്ലോ, ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ടിബറ്റുകാർക്ക് പറയത്തക്ക ഒരു ഇൻഫ്ലുവൻസും ഇല്ല. അവർക്ക് ആയുധങ്ങളില്ല, കായിക ശേഷിയില്ല, പണമില്ല. അപ്പോൾ അവർ ഉടനെ ഒന്നും ചൈനയിൽ നിന്ന് വേർപെട്ട് ടിബറ്റ് എന്നൊരു രാജ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. അതല്ലെങ്കിൽ ചൈനയിൽ എന്തെങ്കിലും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവണം. അതുവരെ ദലൈലാമ ഇന്ത്യയിലും, ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ വയസ്സായി, അദ്ദേഹം എത്ര കാലം കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഹലോ സാർ, സാറിൻ്റെ യാത്രയിലെ തുടക്കങ്ങളിലൊക്കെ ഈ വീട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കത്തില്ലേ, അല്ലെങ്കിൽ അമ്മ എന്നൊരു കൺസേൺ ഉണ്ടല്ലോ സാറ്? ഒരു സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുന്ന അവിടെ ഈ അമ്മ വിളിച്ചിട്ട് അവരുടെ ആകുലതകളോ അല്ലെങ്കിൽ അതൊക്കെ സാറിനെ ബാധിച്ചിട്ടുണ്ടോ? യാത്രകളിൽ അവരെ എന്തെങ്കിലും കള്ളം പറയേണ്ടി വന്നിട്ടുണ്ടോ? അതേപോലെ എങ്ങനെയാണ് സാർ ആ കൺസേൺ, അമ്മയെന്ന് പറയുന്ന ആ കൺസേണിനെ എങ്ങനെയാണ്? എല്ലാവർക്കും പേടിയായിരിക്കുമല്ലോ സാറ് യാത്രകളിലേക്ക് പോകുമ്പോൾ, നേപ്പാളിലേക്കൊക്കെ ആദ്യമായി പോകുമ്പോൾ. അതിനെയൊക്കെ എങ്ങനെയാണ് സാർ ഓവർകം ചെയ്തിട്ടുള്ളത്? ഇല്ല, അങ്ങനെ ഒരു കൺസേൺ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, ഞാൻ നേപ്പാളിലേക്ക് പോയ കാര്യം വീട്ടുകാരറിയുന്നത് നേപ്പാൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ്. ഞാൻ എറണാകുളത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയ ആളാണ് നേപ്പാളിന്. അപ്പോൾ വീട്ടുകാരറിയാതെയാണ് ആ യാത്ര തുടങ്ങി. കാരണം പറഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കുക? വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കുന്നതിന് ആരും അന്നത്തെ കാലത്ത് സമ്മതിക്കില്ല. അത് നടക്കില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എറണാകുളത്ത് ആയിരുന്നു മറ്റ് പരിപാടികളുടെ പ്രൊഡക്ഷനൊക്കെ വേണ്ടി എറണാകുളത്ത് താമസിക്കുകയും അവിടെയാണ് എൻ്റെ പ്രൊഡക്ഷനും എഡിറ്റിങ്ങും എല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പോയ ഒരു പോക്കാണെന്നേ അവർ കരുതിയിട്ടുള്ളൂ. തിരിച്ചു വന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ നേപ്പാളിൽ പോയിരുന്നു, കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു, അവർ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ നേരത്തെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ യാത്രകൾക്കെതിരായൊരു കുടുംബമായിരുന്നില്ല. എൻ്റെ പിതാവ് ധാരാളം യാത്രകൾ സംഘടിപ്പിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പാർലർ കോളേജ് അധ്യാപകനായിരുന്നപ്പോൾ തന്നെ കുട്ടികളുമായി ഒക്കെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ബാല്യകാലം മുതൽ യാത്ര ഒരു പാപമല്ല എന്നൊരു ചിന്ത ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് യാത്ര ചെയ്യുന്നതിന് അവരുടെ എതിരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മകൻ ഇങ്ങനെ ഗുണം പിടിക്കാതെ പോകുന്നല്ലോ എന്നുള്ളൊരു സങ്കടം വീട്ടുകാരുടെ മനസ്സിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. സാറിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് വരാം. ക്ലീഷേ ആയിരിക്കും, പക്ഷെ സാറ് പറഞ്ഞു 8ഉം 9ഉം കൊല്ലം നരകിച്ച ശേഷമാണ് തൻ്റെ പാഷൻ ഒരു ബിടെക്കാരൻ കണ്ടുപിടിച്ചതെന്ന്. അങ്ങനെ ഞാനൊരു ബിടെക്കാരിയാണ്, എനിക്ക് കുറേ ബിടെക് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പലരും അവരുടെ ഇൻട്രസ്റ്റ് എന്താ മേ ബി ഞാനടക്കം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യൂത്തിന് അവരെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ആൻഡ് മാത്രമല്ല, കണ്ടുപിടിക്കാൻ പറ്റാൻ വേണ്ടി നമ്മളെ വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? തീർച്ചയായിട്ടും വിദ്യാഭ്യാസവും അത് ചുറ്റുമുള്ള പരിസരങ്ങളുമാണ് ഓരോ കുട്ടിയെയും അവൻ്റെ ഉള്ളിലുള്ള കഴിവ് കണ്ടെത്താൻ സഹായിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട രീതിയിലില്ല. ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ചുരുങ്ങിയത് 10ാം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഒരു കുട്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ ടാലൻറ്റ് എന്ത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സ് ആരംഭിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ. അത് കണ്ടുപിടിക്കാനുള്ള സൈക്കോമെട്രിക് അനാലിസിസ് സംവിധാനങ്ങളൊക്കെ പല വികസിത നാടുകളിലുണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട്. ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൈക്കോമെട്രിക് അനാലിസിസ് വീട്ടിൽ തന്നെ വേണേൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓരോ കുട്ടിക്കും ആ പരീക്ഷ ഒന്ന് സ്കിൽ ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവൻ എങ്ങോട്ടാണ് ഒരു ചായ്വ്, ഏത് മേഖലയിലേക്കാണെന്ന്. അങ്ങനെ തിരിച്ചറിയുകയും അവന് ആ സ്കിൽ യഥാർത്ഥത്തിലുണ്ടോ എന്നുള്ള ചില പരീക്ഷണങ്ങളും ചില കോച്ചിങ് ക്യാമ്പുകളും ഇത്തരം ഇവൻറ്റുകളും ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ വിടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പയ്യെ 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 തെളിഞ്ഞു വരും. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിനുള്ള ഒരു സ്കോപ്പുമില്ല. 10ഓ 40ഓ കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന അധ്യാപകർ, കണക്ക് ഇഷ്ടമുള്ളവനെയും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളുടെ
എന്താണ് ഇന്നത്തെ ഏറ്റവും നല്ല ഹാസ്യ കഥാപാത്രങ്ങളെ ആളുകൾ, മികച്ച കലാകാരന്മാർ, നടീനടന്മാർ, ഇവരെയൊക്കെ ക്ലാസ്സിലിരുത്തി സൈൻ തീറ്റയും കോസ് തീറ്റയും ചൊവ്വേ നേരെ ചെയ്യാത്തതിന് തല്ലി അധ്യാപകരല്ലേ ഉള്ളത്. അവരാ മേഖലയിലാണോ ഇന്ന് മിടുക്കരായിരിക്കുന്നത്? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏതെല്ലാം മേഖലകൾ, വ്യത്യസ്ത മേഖലകളാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ളത്. എല്ലാവരും എഞ്ചിനീയർമാരാവേണ്ടവരല്ല, എല്ലാവരും ഡോക്ടർമാരാവേണ്ടവരല്ല, എല്ലാവരും ശാസ്ത്രകാരന്മാരും അധ്യാപകരും ആവേണ്ടവരുമല്ല. ലോകത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രൊഫഷനുകളുണ്ട്. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, നമ്മൾ ഒരിക്കലും മടുക്കാത്ത തൊഴിലുകളുണ്ട്. നമ്മൾ മടുക്കാത്ത, വൈകുന്നേരം 5 മണിയായൊന്ന് 4:45 മുതൽ വാച്ചേ നോക്കുന്നതല്ലാത്ത തൊഴിലുകളിൽ നിങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയമെന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തതെല്ലാം നിങ്ങൾ പരാജയമാണ്. 4 മണി കഴിയുമ്പോൾ മുതൽ നിങ്ങൾ വാച്ചേ നോക്കാൻ തുടങ്ങുന്ന ഒരു തൊഴിലിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. സർ, എൻ്റെ പേര് വേദ എന്നാണ്. ഞാൻ ഡി സ്കൂളിംഗ് ആയിട്ടാണ് പഠിച്ചത്. 12 വർഷം ട്രാവലിങ്ങിലൂടെ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഏകദേശം ആ ക്വസ്റ്റ്യൻ കണക്റ്റഡ് ആയിരുന്നു നേരത്തെ ചോദിച്ച മാതിരി. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ഭാരതീയ സംസ്കൃതിപരമായുള്ള ഗ്രന്ഥങ്ങളെല്ലാം പല വിദേശ രാജ്യങ്ങളിലും പഠന വിഷയമായി വരുന്നുണ്ടെന്നും, പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇല്ല, നമ്മുടെ പല വലിയ കാര്യങ്ങളെയും നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബുദ്ധിസം, ശ്രീബുദ്ധൻ ജനിച്ച അല്ലെങ്കിൽ ശ്രീബുദ്ധൻ്റെ ബോധോദയമുണ്ടായ നാടാണ് ഭാരതം. ആ മട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കാലത്ത് അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ കിഴക്കനേഷ്യ മുഴുവൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു നാടാണ്, അല്ലേ? ആ നാട്ടുകാർ തീർത്ഥാടകരായി നമ്മുടെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നത് പോലെ ബുദ്ധന് ജ്ഞാനോദയമുണ്ടായ നാട്ടിലേക്ക് ഈ നാട്ടുകാരെല്ലാം ടൂറിസ്റ്റുകളായിട്ട് വന്നാൽ എത്ര കോടി ആളുകൾ ഒരു വർഷം ഇന്ത്യ സന്ദർശിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്കുള്ള പൊട്ടൻഷ്യൽ, ഈ രാജ്യത്തിന്, കേരളത്തിനൊക്കെയുള്ള സാധ്യതകൾ എന്ത് അനന്തമാണ്. ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്ന ഭരണ സംവിധാനം ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ ശക്തി ഇപ്പോഴും നമ്മൾ പുറത്തെടുത്തിട്ടില്ല, അത് വാസ്തവമാണ്. നമ്മുടെ ആയുർവേദം മുതൽ നമ്മളുടെ പഴയകാല നമ്മുടെ ചിന്തകൾ, ആശയങ്ങൾ, ഉദാത്തമായ പല പഠനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇനിയും പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്താനോ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ ചരിത്രവും പോലും വേണ്ട രീതിയിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേൾക്കുന്നുണ്ടല്ലോ. ആക്ച്വലി കുറേ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടൊരു കാര്യമാണ് കേരളം സിംഗപ്പൂർ ആവുന്നു. പിന്നെ അതിനുശേഷം ഓരോ 5 കൊല്ലം കൂടുമ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ് കേരളം സിംഗപ്പൂർ ആവുന്നു. കേരളം സിംഗപ്പൂർ ആയില്ലെങ്കിൽ കൂടിയും കേരളത്തിൽ ഏതെങ്കിലും ഒരു മോഡലിൽ ടൂറിസത്തെ, വേറെ കോപ്പി ചെയ്തിട്ടില്ല, ഇന്നത്തെ ടൂറിസം നിലവാരത്തിൽ കേരളത്തിൻ്റെ ടൂറിസം എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഏത് രീതിയിലാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഒന്ന്. രണ്ടാമതൊരു ചോദ്യം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, എനിക്ക് തന്നെ ഉണ്ട് അനുഭവം പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒന്ന് കൈ കഴുകാൻ വേണ്ടി പോയാൽ പോലും അവിടെ വാഷ് ബേസിന് മുമ്പിൽ നിന്ന് കുളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംസ്കാരം നമ്മൾ മലയാളികൾക്കുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തലം മുതൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സിലബസിൽ ഇന്നും ഇതില്ല. കാരണം എങ്ങനെയാണ് നമ്മളൊരു സോഷ്യലായിട്ട് നമ്മൾ പെരുമാറേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് സൊസൈറ്റിയിൽ നമ്മൾ പെരുമാറുന്നത്, ഈ പെരുമാറ്റം ഞാൻ പലപ്പോഴും കണ്ടത് തായ്ലാൻഡിൽ പോയപ്പോഴും മറ്റുള്ള പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. കാരണം അവിടുത്തെ ആൾക്കാർ ഒരു ടോയ്ലറ്റ് പോലും വെക്കുന്ന ഹൈജീൻ ഇന്നും കാണാം. ഇവിടെ കഴിഞ്ഞാലും ഏത് സ്ഥലത്ത് പോയാലും കേരളത്തിൽ പോയാൽ ടോയ്ലറ്റിൻ്റെ ഹൈജീൻ, ഈ പറഞ്ഞ സബ്ജക്റ്റൊക്കെ നമുക്ക് ചെറിയ സ്കൂൾ തലം മുതൽ കൊണ്ടുവരാനും സിലബസിൽ കൊണ്ടുവരാനും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ടോ? രണ്ട് ചോദ്യം. കേരളം എന്ന് സിംഗപ്പൂരാകും അല്ലെങ്കിൽ ഉടൻ സിംഗപ്പൂരാകും നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എളുപ്പം സിംഗപ്പൂരിനെ കേരളമാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അതാണ്. മറ്റേത് സിംഗപ്പൂർ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അവിടുത്തെ സിസ്റ്റം. ഈവൻ സിംഗപ്പൂരിലെ ക്ലീനിങ് പ്രോസസ്സ്, അതായത് ദിവസവും നഗരമാലിന്യങ്ങൾ മാറ്റി റിമൂവ് ചെയ്ത് അതിനെ വൃത്തിയാക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഒരു മലയാളിയുടെ കമ്പനിയാണെന്ന് ഓർക്കണം. അവരതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ മലയാളി അതിൻ്റെ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ കേരള ഗവൺമെൻറ്റിന് ഓഫർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ വേണ്ട രീതിയിലൊന്ന് സ്വീകരിച്ചെന്നാൽ നടപ്പാക്കിക്കോളെന്ന് പറയാൻ ഇതുവരെ നമുക്ക് മനസ്സ് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ നന്നാവുക? അപ്പോൾ ഇതാണ് അവിടുത്തെ ചുവപ്പ് നാടയുടെ കരുത്ത്. രണ്ട്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൗരബോധം എന്ന് പറയുന്നത് മനുഷ്യൻ സമൂഹത്തിൽ എങ്ങനെ മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യണമെന്നാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യം. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ലോകം അംഗീകരിക്കുകയാണ്, നമ്മൾ കേമന്മാരായി മാറിയിരിക്കുകയാണെന്നാണ്. പലപ്പോഴും പരിഹാസത്തോടെയാണ് നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നമ്മുടെ ഒരു സമൂഹത്തെ കാണുന്നുള്ളത് വാസ്തുതയാണ്. ഞാനത് പലപ്പോഴും പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇത് പറയുമ്പോൾ അതിനെ ആളുകൾ വളരെ നെഗറ്റീവായിട്ട് സ്വീകരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അധികം പറയാറില്ല. പക്ഷേ
ഇതൊരു വാസ്തവമാണ്. മറ്റ് യാത്ര ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ നേരിട്ടല്ലാതെ ഇസ്രായേലിലൊക്കെ എനിക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആളുകളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലം കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും വന്നവർ ഒരു ചരട് കിട്ടിയിട്ട് അതിനപ്പുറം ഇരുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് ഏറ്റവും വൃത്തിയുള്ള ജനസമൂഹം, ഏറ്റവും മിടുക്കന്മാർ, ഏറ്റവും ബുദ്ധിമാന്മാർ, ഏറ്റവും വിദ്യാസമ്പന്നരെന്നൊക്കെ. ഈ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാകൃതരായിട്ടാണ് അവർ നമ്മളെ പരിഗണിക്കുന്നത് പലപ്പോഴും. അത് നമ്മളുടെ ഈ പറഞ്ഞ കുഴപ്പങ്ങൾ കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയപ്പോൾ ഈ ബാലിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ടൂർ കൊണ്ടുപോയി. ഒരു ദിവസം രാവിലെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഹോട്ടൽ മാനേജർ, നമ്മുടെ ടൂർ മാനേജറുടെ അടുത്തേക്ക് ഒരു കൂട്ടിലിട്ട് ഒരു ടവൽ കൊടുത്തു വിട്ടു. റൂമിൽ 4 സ്റ്റാർ ഹോട്ടലാണ്, ഗംഭീര ഹോട്ടലാണ്. അവിടുത്തെ ടോയ്ലറ്റ് വെച്ചിരിക്കുന്ന ഒരു ടവൽ തിരിച്ചു കൊടുത്തു. സംഭവം എന്താ അറിയോ? ഇത് നിങ്ങൾ കൊണ്ടുപോളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു വിട്ടെ. എനിക്കാകെ നാണക്കേടായിപ്പോയി. മാനേജർ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. നമ്മുടെ ടീമിലുള്ള ഒരാൾ മുടി ഡൈ ചെയ്തിട്ട് പോകാൻ പെട്ടെന്ന് ഇറങ്ങേണ്ട സമയമായപ്പോഴത്തേക്ക് ഈ ടവൽ കൊണ്ട് ആ ഡൈ മുഴുവൻ തുടച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയി. അവസാനം ഞാൻ അവിടെ ചെന്ന് ആ ഹോട്ടൽ മാനേജരോട് ക്ഷമ പറഞ്ഞ് ആ ടവലിൻ്റെ ഉൾപ്പെടെയുള്ള കോമ്പൻസേഷൻ പൈസയും കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇത് ഇന്ത്യയിൽ നിന്നൊരു സംഘം, കേരളത്തിൽ നിന്നൊരു സംഘം വന്ന് ഇങ്ങനെയാണ് ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ ബിഹേവ് ചെയ്തെന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മൾ 5000-6000 രൂപ കൊടുത്തൊരു ടൂർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് താമസിക്കുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത എന്നറിയോ? അവനെ ആ 10000 രൂപയ്ക്ക് നമുക്ക് നശിപ്പിച്ചിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനെന്നാണ്. 5000 ഞാൻ മുടക്കിയെങ്കിൽ 10000 ഞാൻ മുതലാക്കിയിരിക്കും. അങ്ങനെയാണ് ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതല്ല, നമ്മൾ ചുറ്റും ഒന്ന് നോക്കുക. ഈ ബാക്കിയുള്ള നാടുകളിൽ നിന്നുള്ളവർ എത്ര ഡീസൻ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ലോകത്തെ സമത്വഭാവനയോടെ കാണുമെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും. പക്ഷേ നമ്മൾ തിന്ന് യുദ്ധം ചെയ്യുന്നവരാണ് പലപ്പോഴും ഓരോ രാജ്യത്ത് ചെന്നിട്ട്. അപ്പോൾ ഇതൊക്കെ മാറേണ്ടതുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ മാറി വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പൗരബോധം തീർച്ചയായിട്ടും പഠിപ്പിക്കണം. ഒരു ചോദ്യം കൂടെ ഉമ്മാക്ക് ചോദിക്കാം. ഒറ്റ ചോദ്യം. നമസ്കാരം സാർ. എൻ്റെ വലിയൊരു ജീവിത അഭിലാഷമായിരുന്നു സാറിനെ നേരിട്ട് കാണുക എന്നുള്ളത്. അതിന്ന് ഇവിടെ സാധിച്ചു. എൻ്റെ ചോദ്യം, സാറിൻ്റെ പരിപാടികൾ സ്ഥിരമായി കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലും ഈ വഴിയിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പം നിരവധി 100 കണക്കിന് ചെറുപ്പക്കാർ ക്യാമറയുമായി ഞാൻ പോയ വഴികളിലൂടെയും പോകാത്ത വഴികളിലൂടെയും എന്നേക്കാൾ ഗംഭീരമായിട്ടും പരിപാടികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ പല പരിപാടികളും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ഞാൻ 1997 യാത്ര തുടങ്ങുമ്പോൾ വിരലിലുണ്ടാവുന്ന ആളുകളായിരുന്നു വിദേശയാത്ര നടത്തിയിരുന്നത്. ഈ വർഷം ഈ 2024 10,000 കണക്കിന് ആളുകൾ വിദേശയാത്ര നടത്തുന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. ഈ കേരളത്തിലെ ഓരോ ടൂർ കമ്പനിയും അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, അത് സോമൻസ് ആവട്ടെ, ഫോർച്യൂൺ ആവട്ടെ, നിങ്ങൾ കേട്ടിട്ടുള്ള ഏത് കമ്പനി ആവട്ടെ, അവരുടെയൊക്കെ മിക്കവാറും ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. കാരണം അവർ പറയുന്നു, നിങ്ങളാണ് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾ കാരണമാണ് ഈ മനുഷ്യരെല്ലാം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ എത്രയോ ആയിരം ആളുകൾ ഇന്ന് ലോകം കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ യാത്രകൾ അവരെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ. ആ അനുഭവങ്ങൾ കേരളത്തിൻ്റെ മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. സമയം തീരുകയാണ്. പെട്ടെന്ന് ചോദിക്കും. ആരാ? സമയം തീരുക, അതുകൊണ്ടാണ്. സാർ ഞാനിവിടെ ചോദിച്ചു. സാർ ഒരു കാര്യം ചോദിക്കാനുള്ളത്, റിച്ചാർഡ് ബ്രാൻസണും വെർജിൻ എയർക്രാഫ്റ്റും സംയുക്തമായിട്ട് സ്പേസ് ടൂറിസം ഉണ്ടല്ലോ, അതിൻ്റെ അപ്ഡേറ്റ്സും സാർ അതിൻ്റെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം. അത് നിങ്ങൾക്ക് വെർജിൻ ഗാലാക്റ്റിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കാണാം. എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിവേഗം ആ പ്രോസസ്സ് നടക്കുന്നു. മാൻഡ് യാത്രകൾ, മനുഷ്യൻ യാത്ര ചെയ്യേണ്ട, പ്രത്യേകിച്ച് വിമാനം പോലെ ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പോലെ ലാൻഡ് ചെയ്യുന്ന അടുത്ത തലമുറയുടെ ഭൂഖണ്ഡാന്തര യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരു ഗതാഗത സംവിധാനമാണത്. അത് വെറും റോക്കറ്റ് കത്തിച്ച് ബഹിരാകാശത്തേക്ക് പോകുന്നതല്ല. വിപ്ലവകരമായി, നിങ്ങൾക്കറിയാം, ഇന്ന് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ 16 മണിക്കൂർ യാത്ര ചെയ്യണം. 10-60 കൊല്ലം മുമ്പും 16 മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു മാറ്റവും വേഗതയിൽ വരാത്തൊരു മേഖലയാണ് വിമാനയാത്ര. ട്രെയിൻ പോലും വന്ദേ ഭാരത് വന്നപ്പോൾ സ്പീഡ് കൂടി, ബുള്ളറ്റ് ട്രെയിൻ വരുമ്പോൾ സ്പീഡ് കൂടും, വിമാനയാത്രയ്ക്ക് സ്പീഡ് കൂടുന്നില്ല. നാളത്തെ മനുഷ്യൻ്റെ ഗതാഗതത്തിൻ്റെ സാധ്യതയായിട്ട് കാണുന്നതാണ് ഈ ബഹിരാകാശത്തിലൂടെയുള്ള സ്പേസ് ലൈനറുകൾ. അതിൻ്റെ പരീക്ഷണത്തിൻ്റെ ആദ്യത്തെ യാത്രികരിൽ ഒരാളായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി സുരക്ഷിതത്വം 100% ഉറപ്പുവരുത്തി നമുക്ക് പോകേണ്ടതുണ്ട്. റിച്ചാർഡ് ബ്രാൻസൺ ഒരിക്കൽ നമ്മളോട് ചോദിച്ച പോലെ ഞാനും ഈ ആവേശത്തിൽ ചോദിച്ചു, നമുക്ക് പെട്ടെന്ന് പോകണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സന്തോഷേ, നമുക്ക് പെട്ടെന്ന് പോകാം, പക്ഷേ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന്. അദ്ദേഹത്തിന് നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അടുത്ത സെഷന് കൊടുക്കേണ്ടി വരും. എനിക്കറിയാം, 27 വർഷം കൊണ്ട് കണ്ടിന്യൂസ് യാത്ര ചെയ്യുക മാത്രമല്ല, ഞാൻ അദ്ദേഹമായിട്ട് മനോരമയുടെ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കേണ്ടി വന്നു.
സഞ്ചാര പാഠങ്ങൾ തന്നെയായിരുന്നു. മനോരമയുടെ സപ്ലിമെൻറ്റിൽ വന്നതാണ്, അദ്ദേഹം അതിൽ തുറന്നെഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോ പാഠങ്ങളും അദ്ദേഹം പറയുന്നതിന് കാരണം അദ്ദേഹം പുറം കണ്ണുകൊണ്ടല്ല ഈ കാഴ്ചകൾ കാണുന്നത്, ഹൃദയം കൊണ്ടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത്ര ഹൃദയവർജകമായിട്ട് പറയുന്നതും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങിയതും ഇത്ര മനോഹരമായ സെഷനാക്കിയതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. അതിനുശേഷം ഇതിന് കാരണക്കാരനായ ശ്രീ സന്തോഷ് ജോർജിനോട് മനോരമയുടെ പേരിലുള്ള, ഹോർത്തൂസിൻ്റെ പേരിലുള്ള നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു, താങ്ക്സ് ലോട്ട്.